Good morning. Good morning, Miss. Good morning, Miss. Okay, good morning. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ ഒന്ന് നോക്കിയായിരുന്നോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഡെഫിനിഷൻ നോക്കിയായിരുന്നോ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ 47 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയത് അല്ലെ? അപ്പൊ അതിനകത്ത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? എന്താണ്? നമ്മളൊരു ഡെഫിനിഷൻ ഒക്കെ എഴുതി വെച്ചായിരുന്നല്ലോ അവിടെ. എന്താണ്? നോക്കിയില്ലേ? വായിച്ചു നോക്കിയില്ലേ? Healthcare administration is also known as management of all the non-clinical functions. എന്താണ്? ആരും ഒന്ന് വായിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇത്ര ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റീഡ് ചെയ്യണം. ആകെ ഒരു പേജും ഒരു ഇത്തിരിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുള്ളൂ. വായിച്ചു നോക്കി വേഗം ഒന്ന്. ഡെഫിനിഷൻ ഒന്ന് റെഡി ഇല്ലേ? റെഡി ചെയ്തോ? എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ? ആരാണ്? Health care administration is the management of all the non-clinical functions. Non-clinical functions. Included in operating a healthcare facility, from daily operations to staffing to budgeting and to finance then strategic planning to make sure the access of the healthcare provider. ഒരു ഹോസ്പിറ്റലിലെയും അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലെയൊക്കെ ഡെയിലി അത് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളുടെ മേൽനോട്ടം വഹിക്കുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഹോസ്പിറ്റലിലെയും മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലൊക്കെ അവിടെ ഡെയിലി നടക്കുന്ന ദൈനംദിന ഭരണപരമായിട്ടുള്ള അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മള് വാട്ട് ഈസ് ആൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ? അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊക്കെ ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിലൊക്കെ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ മേൽനോട്ടം വഹിക്കുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെ? അതല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. They directly handle policy and budget to generate better patient experience and ensure the safety of guests and staff. അല്ലെ? അത് പോളിസി ബഡ്ജറ്റുകളൊക്കെ ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഗസ്റ്റ് ആൻഡ് സ്റ്റാഫ്. ഇവിടെ സേഫ്റ്റി ഗസ്റ്റിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ സേഫ്റ്റി ഒക്കെ അവര് ഉറപ്പുവരുത്തുന്നു. പിന്നെ അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത്? റെസ്പോൺസിബിലിറ്റി ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡോക്ടർ ഓർ ഫിസിഷ്യൻ. ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെയോ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട് ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഫിസിഷ്യൻ എന്താണ് ഈ പേഷ്യന്റിനെ നേരിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യാണ്? സൂപ്പർവൈസ് ദ ഫെസിലിറ്റി ഇറ്റ്സെൽഫ്. അതിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നു? അതിന് ആവശ്യത്തിനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്.
and they usually have a bachelor degree or master degree in the healthcare administration. Healthcare administration bachelor degree അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ഒരു ആളായിരിക്കണം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ സംസാരിച്ച് നിർത്തിയത്. എന്നുവെച്ചാൽ ഇതിപ്പോ അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ വെറും ഡിഗ്രി ഒക്കെ ആണെങ്കിലും മാസ്റ്റർ ഡിഗ്രി ഒക്കെ എടുക്കണമെങ്കിൽ 3, 2, 5 കൊല്ലമൊക്കെ വേണ്ടി വരും അല്ലെ ഡിഗ്രി ഒക്കെ എടുക്കണമെങ്കിൽ. അപ്പൊ അതിന് പകരമായിട്ട് നമ്മളിപ്പോ എന്താണ് 6 മാസത്തെ ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ കോഴ്സ് 6 മാസം കൊണ്ട് ഇപ്പൊ നമ്മൾ +2 ഒക്കെ ആണെങ്കിലും കുറഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ നമ്മൾ 6 മാസം 1 വർഷം കൊണ്ടൊക്കെ എഴുതിയെടുക്കുന്നില്ലേ, കിട്ടുന്നില്ലേ? അതുപോലെയൊക്കെ തന്നെ നമ്മളിപ്പോ ഒരു പുതിയ നിങ്ങൾക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പുതിയൊരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. 6 മാസത്തെ കോഴ്സ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫുള്ളി നമ്മളിപ്പോ ഈ 5 വർഷമൊക്കെ പഠിക്കണതിന്റെ അതേ വാലിഡിറ്റിയിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോ നമുക്ക് എന്താ പറയാ ഡയറക്റ്റ് നമുക്ക് ആ ഹോസ്പിറ്റൽസിൽ നമുക്ക് ജോലി നമുക്ക് ലഭിക്കും. ഓക്കെ, നല്ല വാലിഡിറ്റി ഉണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയിപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ സംസാരിച്ച് വേറെ കാര്യങ്ങളിലേക്കൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പോയത്. ഇനി നോക്കിയേ, ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. എങ്ങനെയാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആകുന്നത്? എങ്ങനെയാണ് ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? ഓക്കെ, health care administrator frequently interact with the doctors, nurses, surgeon and technician. Health care administrator frequently എന്ന് പറഞ്ഞാൽ എന്താ? What is frequently? ഇങ്ങനെയാ ഇടവിട്ട് അല്ലെ, ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള മീനിങ് ആണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് വിത്ത് ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം? ഡോക്ടേഴ്സ്, നേഴ്സസ്, സർജൻ ആൻഡ് ടെക്നീഷ്യൻ. ഇപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡോക്ടേഴ്സും നേഴ്സും സർജനും അതുപോലെ തന്നെ ടെക്നീഷ്യനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം? ഇന്ററാക്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യണം. നെക്സ്റ്റ് നോക്കിയേ, they control the operation of healthcare organization and seldom എന്ന് പറഞ്ഞാൽ അപൂർവമായി seldom meet directly with the patient in the healthcare facility. എന്ന് പറഞ്ഞേക്കുന്നേ അവർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യണം, പ്രവർത്തനം നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ രോഗികളുമായിട്ട് ഇടയ്ക്ക് അപൂർവമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യണം. ദേ കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യണം. അതുകൂടാതെ എന്ത് ചെയ്യണം? സെൽഡം മീറ്റ് ഡയറക്ട്ലി വിത്ത് ദ പേഷ്യന്റ് ഇൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലുള്ള പേഷ്യന്റുകളൊക്കെ ആയിട്ട് അപൂർവമായിട്ട് നേരിട്ട് അവര് ഒന്ന് കൂടിക്കാഴ്ച നടത്തണം, മീറ്റ് ചെയ്യണം. seldom meet directly with the patient in the health care facility. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലുള്ള ഈ പേഷ്യൻസ് ഒക്കെ ആയിട്ട് അപൂർവമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് തന്നെ കൂടിക്കാഴ്ച നടത്തണം. മനസ്സിലായ ആ പാരഗ്രാഫ്? സെൽഡത്തിന്റെ അർത്ഥം എന്താ പറഞ്ഞേ? സെൽഡം അപൂർവമായിട്ട്, എപ്പോഴും അല്ല. സെൽഡം എന്ന് പറയുമ്പോൾ അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തണ്ടെന്നുള്ള അർത്ഥം വരുന്നുണ്ടോ? അപൂർവമായിട്ട് കൂടിക്കാഴ്ച നടത്തണം, അതായത് എപ്പോഴും വേണ്ട, അധികം ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ലേ? അപ്പൊ ഒരു നെഗറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്. അപൂർവമായിട്ട്, അപ്പൊ നമ്മൾ വല്ലപ്പോഴും ഒക്കെ എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. എപ്പോഴും അങ്ങനെ ഡയറക്റ്റ് അവരുമായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്ട് വേണ്ട, ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. They control the operation of healthcare organization and seldom meet directly with the patient in the healthcare facilities. ഇവിടെ ഒരു നെഗറ്റീവ് ഇതിനകത്താണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നോക്കിയേ, an administrator's duty. ഇനി നോക്കിയേ, എന്താണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി? എന്താ പറയുന്നത്? An administrator's duty is to form the policy and run the facility and make better the patient's experience. എന്താ തന്നിരിക്കുന്നത്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ഫോം ദ പോളിസീസ്. ഈ ഒരു ഫെസിലിറ്റീസ് ദാറ്റ് റൺ ദ ഫെസിലിറ്റി, ഒരു ഫെസിലിറ്റീസ് പ്രവർത്തിക്കുന്ന ഒരു പോളിസി ആയിട്ട് ആ പോളിസി രൂപീകരിക്കുകയും അതുപോലെ തന്നെ ഈ പേഷ്യൻസിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ്
ഒരു അനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. Administrator's duty is to form the policy that to run the facilities. ഈ സൗകര്യങ്ങൾ, ഈ ഫെസിലിറ്റി ഒക്കെ ആയിട്ട് പ്രവർത്തിപ്പിക്കുന്ന പോളിസി അത് രൂപീകരിക്കുകയും പോളിസീസ് ഫോം ചെയ്യുകയും അതുപോലെ തന്നെ രോഗികളുടെ ഒരു എക്സ്പീരിയൻസ് ഫെസിലിറ്റി ആൻഡ് ടു മേക്ക് ദ ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ്, രോഗികളുടെ ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കുറച്ചും കൂടി ഒരു നല്ലൊരു സർവീസ് കൊടുക്കുക, രോഗികളുടെ ഒരു എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുക, കുറച്ചുകൂടി ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, Administrator's duty is to form the policy that to run the facility. ഈ സൗകര്യങ്ങളൊക്കെ ഈ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തിപ്പിക്കുന്ന ഒരു പോളിസി ഫോം ചെയ്യുകയും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഒരു എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുന്നതിന് വേണ്ടി മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ഇനി നോക്കിയേ, owing to the continuous need for health care facility from hospital to nursing homes, healthcare administration is an important firm job for those who are interested in improving healthcare policy. ഇവിടെ എന്താണെന്ന് നോക്കിയേ, ഇവിടെ പറഞ്ഞേക്കുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് careers are necessary to successful and efficient ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഒരു വിജയകരമായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ളതും അതുപോലെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ കരിയറായിട്ട് പറയുന്നത് കരിയേഴ്സ് ആർ നെസസറി ടു സക്സസ്ഫുൾ ആൻഡ് എഫിഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളതും കാര്യക്ഷമമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് സൗകര്യങ്ങൾക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു കരിയർ ആവശ്യമാണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കരിയേഴ്സ് ആർ നെസസറി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സക്സസ്ഫുൾ ആവാനും ആൻഡ് എഫിഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആക്കാനായിട്ട്, കാര്യക്ഷമമാക്കാനും അത് സക്സസ്ഫുൾ ആക്കാനും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കരിയർ അത്യാവശ്യമാണ്, നെസസറി ആണ്. Okay, owing to the continuous need for healthcare facilities from hospital to nursing home, healthcare administration is an important firm job for those who are interested in improving healthcare policy. Hospital മുതൽ നഴ്സിംഗ് ഹോമുകൾ വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ആവശ്യം കാരണം ഹെൽത്ത് കെയർ പോളിസി മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സുപ്രധാനവും അതുപോലെ തന്നെ ഉറച്ച ഒരു ജോലിയുമാണ്. Owing to continuous need of healthcare facilities from hospital to nursing home, healthcare administration is an important full job for those who are interested in improving healthcare policy. അതായത് ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഫ്രം ഹോസ്പിറ്റൽ ടു നഴ്സിംഗ് ഹോം, ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം കാരണം ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം കാരണം ഹെൽത്ത് കെയർ പോളിസി മെച്ചപ്പെടുത്താൻ, അത് കുറച്ചും കൂടി ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ആക്കാനായിട്ട് മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സുപ്രധാനവും അതുപോലെ തന്നെ ഒരു ഉറച്ച ഒരു ജോലിയുമാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ തന്നേക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അവിടെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾ അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന
അവര് ചെയ്യേണ്ട ഓവർസൈറ്റ് മേൽനോട്ടവും അതുപോലെ തന്നെ മാനേജ്മെന്റും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെയാണ്. അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. അവര് മേൽനോട്ടവും അവർക്കുടെ മാനേജ്മെന്റും ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ആൻ എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം. മുഴുവൻ ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ ഓവർസെറ്റ് ചെയ്യുകയും അതുപോലെ മാനേജ് ചെയ്യുകയും ചെയ്യുക. മൊത്തം ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു മേൽനോട്ടവും മാനേജ്മെന്റും. ഓക്കെ, ഇവിടെ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അവര് ചെയ്യുന്ന മേൽനോട്ടം വഹിക്കുന്ന അതുപോലെ തന്നെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഈ തന്നേക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പോയിന്റ്സുകളാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്കുടെ കീഴിൽ വരുന്നത്, ഓവർസൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അതിൽ ഒന്നാമത്തെ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ആൻ എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം. മൊത്തത്തിലുള്ള ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം മുഴുവനും അതിന്റെ മൊത്തത്തിലുള്ള ഒരു മേൽനോട്ടവും മാനേജ്മെന്റും ഒക്കെ. ആൻഡ് എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം, ടോട്ടൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മാനേജ്മെന്റും അതിന്റെ മേൽനോട്ടവും. സെക്കൻഡ് ആണ് സ്പെസിഫിക് ഫെസിലിറ്റീസ് സച്ച് ആസ് ഫിസിഷ്യൻസ് പ്രാക്ടീസസ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസീസ്. ഓക്കെ, സ്പെസിഫിക് ഫെസിലിറ്റീസ് സച്ച് ആസ് ഏതൊക്കെയാണ് സ്പെസിഫിക് ഫെസിലിറ്റി പറയുന്നത്? സച്ച് ആസ് ഫിസിഷ്യൻ പ്രാക്ടീസസ് ഹോസ്പിറ്റൽ ആൻഡ് ഹോം ഹെൽത്ത് കെയർ ഏജൻസി. ഫിസിഷ്യൻ പ്രാക്ടീസസ്, ഹോസ്പിറ്റല്, അതുപോലെ ഹോം ഹെൽത്ത് ഏജൻസീസ് തുടങ്ങിയവയുടെ ഒരു പ്രത്യേക സൗകര്യങ്ങള്, അവർക്കുള്ള പ്രത്യേക ആ ഫെസിലിറ്റീസിനെ ഓവർസെറ്റ് ചെയ്യുകയും മാനേജ്മെന്റ് ചെയ്യുകയും ചെയ്യണം. സ്പെസിഫിക് ഫെസിലിറ്റീസ് സച്ച് ആസ് ഏതൊക്കെയാണ് ആ പ്രത്യേക സൗകര്യങ്ങൾ ഫെസിലിറ്റീസിൽ വരുന്നത്? ഫിസിഷ്യൻ പ്രാക്ടീസസ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസീസ്. ഇതിന്റെയൊക്കെ മൊത്തത്തിലുള്ള ആ ഒരു പ്രത്യേക സൗകര്യങ്ങളെ മേൽനോട്ടം വഹിക്കുകയും അതുപോലെ തന്നെ മാനേജ് ചെയ്യുകയും ചെയ്യണം. ഇനി തേർഡ് പോയിന്റ് ആണ് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ്. ഇനി പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്? ഓർ യൂണിറ്റ്സ് ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കാർഡിയാക് കെയർ യൂണിറ്റ്സ്. ഈ പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മേൽനോട്ടവും മാനേജ്മെന്റും. സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെ? സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണ് വരുന്നത്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ യൂണിറ്റിൽ വരുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കാർഡിയാക് കെയർ യൂണിറ്റ്സ്. ഇങ്ങനെയുള്ള പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടവും അതുപോലെ മാനേജ്മെന്റും. നെക്സ്റ്റ് നോക്കിയേ, ഫോർത്ത് പോയിന്റ് സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയ ലൈക്ക് നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി. നോക്കിയേ, പ്രത്യേക ക്ലിനിക്കൽ ഏരിയാസ്, ചികിത്സാപരമായിട്ടുള്ള പ്രത്യേക ഏരിയകളുടെ മേൽനോട്ടം. അത് ഏതൊക്കെ വരുന്നത്? ക്ലിനിക്കൽ ഏരിയാസ് ഏതൊക്കെയാ വരുന്നത്? നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി. തെറാപ്പി ആൻഡ് കാർഡിയോളജി, ഇങ്ങനെ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു മേൽനോട്ടവും മാനേജ്മെന്റും. ലാസ്റ്റ് തന്നേക്കുന്ന സ്പെസിഫിക് ഏരിയാസ് ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസ്. ഇങ്ങനെയുള്ള പ്രത്യേക ഏരിയകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. ഏതൊക്കെയാ? സ്പെസിഫിക് ഏരിയ ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ അഡ്മിഷൻ ആൻഡ് ഫിനാൻസ്. ഇങ്ങനെയുള്ള പ്രത്യേക ഏരിയകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. അപ്പൊ അങ്ങനെ 5 പോയിന്റ് ആയിട്ടാണ് അവിടെ തന്നേക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത് ചെയ്യുന്ന, അതിനെ ഓവർസൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതൊക്കെയാണെന്നാ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താ? മൊത്തം ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തം മേൽനോട്ടവും മാനേജ്മെന്റും. പിന്നെ സ്പെസിഫിക് ഫെസിലിറ്റീസിന്റെ
ഓവർസൈറ്റും മാനേജ്മെന്റും. അത് ഏതൊക്കെയാ സ്പെസിഫിക് ഫെസിലിറ്റി പറയുന്നത്? ഫിസിഷ്യൻ പ്രാക്ടീസസ്, ഹോസ്പിറ്റൽ ആൻഡ് ഫോർ ഹെൽത്ത് ഏജൻസീസ്. അടുത്ത സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ഓർ യൂണിറ്റ്. സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും. ഇനി സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ യൂണിറ്റാ പറഞ്ഞേക്കുന്നത്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കാർഡിയാക് കെയർ യൂണിറ്റ്സ്. ഇപ്പൊ ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ഓർ യൂണിറ്റ്സ്. സ്പെസിഫിക് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ യൂണിറ്റിൽ ഉൾപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെയായിരുന്നു? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കാർഡിയാക് കെയർ യൂണിറ്റ്സ്. ഇങ്ങനെയുള്ള സ്പെസിഫിക് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ആ യൂണിറ്റിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും. പിന്നെ അതുപോലെ തന്നെ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയയുടെ മേൽനോട്ടവും മാനേജ്മെന്റും. നേഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി. ഈ 5th പോയിന്റ് ആണ് സ്പെസിഫിക് ഏരിയാസിന്റെ, ചില പ്രത്യേക ഏരിയകളുടെ ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി, അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻ ആൻഡ് ഫിനാൻസ് തുടങ്ങിയ പ്രത്യേക ഏരിയകളുടെ മേൽനോട്ടവും അതുപോലെ അതിന്റെ മാനേജ്മെന്റും. 5 പോയിന്റ് ഒന്ന് നോക്കിയേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ അവരുടെ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിലൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ. Health care administration may include the oversight and management of. അവിടെ താഴെ തന്നേക്കല്ലേ. 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. ഹോസ്പിറ്റൽസ് ടു നഴ്സിംഗ് ഹോം, ആ സെന്റൻസ് ഒന്നുകൂടി പറയാമോ? ലാസ്റ്റത്തെ ഏതാണ്? ലാസ്റ്റത്തെ ആണോ? ഹോസ്പിറ്റൽസ് ടു നഴ്സിംഗ് ഹോം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇസ് ആൻ പറയാം. Third, healthcare administration careers are necessary to successful and efficient healthcare facility owing to continuous need of healthcare facilities from hospital to nursing home. Healthcare administration is an important firm job for those who are interested and improving healthcare policies. Like, അതായത് ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള, ഹോസ്പിറ്റൽസ് ടു നഴ്സിംഗ് ഹോം, ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോമുകൾ വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ, ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം കാരണം, ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ, ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക്, ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സുപ്രധാനവും ഉറച്ചതുമായിട്ടുള്ള ഒരു ജോലിയാണ്. ഇമ്പോർട്ടന്റ് ഫേം ജോബ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റും ഫേം ജോബ് എന്ന് വെച്ചാൽ ഒരു ഉറച്ചതുമായിട്ടുള്ള ഒരു ജോലിയാണ്. ഓക്കെ, ഇതിനകത്ത് അപ്പൊ ഓരോന്നിലും ഡിപ്പാർട്ട്മെന്റ് ക്ലിനിക്കൽ ഏരിയാസിൽ ഉൾപ്പെടുന്നത്, സ്പെസിഫിക് ഏരിയാസിൽ വരുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും അതിനകത്ത് ചോദിക്കാം. പിന്നെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റിൽ മേൽനോട്ടത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും ചോദിക്കാം. ഇതിൽ 5 പോയിന്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞോ? നോക്കട്ടോ, എന്നിട്ട് ജസ്റ്റ് നോക്കാം. ഇനി ഇതും കുറെ പോയിന്റ് ഔട്ടാണ്. ഓരോ പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്ത് പോകാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇതിപ്പോ നമുക്ക് കൂടുതലായിട്ട് പറയാനില്ല വെച്ചാൽ ഈ പോയിന്റുകൾ അതുപോലെ ഓരോ പോയിന്റ് വൈസ് നോക്കി പോകാം.
പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. വായിച്ചു കഴിഞ്ഞ് അതിന് മുന്നുള്ള 5 പോയിന്റ്സ് നോക്കിയായിരുന്നോ? മിസ്. യെസ്. റീഡ് ചെയ്തോ? കഴിഞ്ഞു മിസ്. ഇനി അടുത്ത് നോക്കിയേ, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് നോക്കിയേ, ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. അതിന്റെ പ്രിൻസിപ്പിൾസ് ആട്ടോ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾ ആണ് വരുന്നത്. ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ആരോഗ്യകരമായിട്ടുള്ള ഒരു ദേശീയ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ആയിരിക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ആയിരിക്കണം ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് ഒന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ദിസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ആരോഗ്യമുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ആയിരിക്കണം. ആരോഗ്യമുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ആയിരിക്കണം. പ്രിൻസിപ്പിൾസ് ആണ്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾ ആണ് ഫസ്റ്റ് വൺ പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള നാഷണൽ ഹെൽത്ത് പോളിസീസ് ആയിരിക്കണം. ഹെൽത്തി ആയിട്ടുള്ള നാഷണൽ ഹെൽത്ത് പോളിസീസ് ആയിരിക്കണം ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, second one, sound health administrative structure may be framed for the implementation of the health policy. Okay, എന്താണ് ഈ ഹെൽത്ത് പോളിസി? ഹെൽത്ത് പോളിസി എന്ന് വെച്ചാൽ ആരോഗ്യ നയം. ഹെൽത്ത് പോളിസി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മികച്ച ഒരു ആരോഗ്യ ഭരണഘടന രൂപപ്പെടുത്തുക. സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിം. നല്ലൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുക. മേ ബി ഫ്രെയിം ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മികച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുക, രൂപപ്പെടുത്തുക. മികച്ച ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുക അല്ലെങ്കിൽ രൂപപ്പെടുത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ്, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ രൂപപ്പെടുത്തിയെടുക്കുക. മേ ബി ഫ്രെയിം ചെയ്യുക. ഈ തേർഡ് പോയിന്റ് നോക്കിയേ, there should be integration of preventive and curative service at all administrative levels. എന്താ പറഞ്ഞേക്കണേ? There should be integration of preventive and curative. പ്രതിരോധം, രോഗപ്രതിരോധം, ക്യൂറേറ്റീവ്, രോഗശമനം, രോഗശാന്തി, അല്ലെ? There should be integration. എല്ലാ ഭരണതലത്തിലും അതുപോലെ തന്നെ പ്രിവെന്റീവ് ആയിട്ടുള്ളതും ക്യൂറേറ്റീവ് ആയിട്ടുള്ള സേവനങ്ങളുടെ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടായിരിക്കും. There should be integration of preventive and curative service at all administrative levels. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും പ്രിവെന്റീവ് ആയിട്ടുള്ളതും ക്യൂറേറ്റീവ് ആയിട്ടുള്ള സേവനങ്ങളുടെ ഒരു സംയോജനം, ഇന്റഗ്രേഷൻ ഉണ്ടായിരിക്കും. തേർഡ് പോയിന്റ് കിട്ടിയാ? ഓക്കെ. There should be integration of preventive and curative services at all administrative level. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലും പ്രിവെന്റീവ് ആയിട്ടുള്ളതും ക്യൂറേറ്റീവ് ആയിട്ടുള്ളതും പ്രതിരോധവും അതുപോലെ രോഗശാന്തി നൽകുന്നതുമായിട്ടുള്ള സർവീസ് സേവനങ്ങളുടെ ഒരു ഇന്റഗ്രേഷൻ, ഒരു സംയോജനം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് fourth point, there should be centralized direction and decentralized action. There should be എങ്ങനെയായിരിക്കണം? അത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളതും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം. സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ എന്താ? സെൻട്രലൈസ്ഡ്
കേന്ദ്രീകൃതം. കേന്ദ്രീകരമായിട്ടുള്ളത് അല്ലെ, മാനേജ്മെന്റ് അതിന് തീരുമാനം എടുക്കാനുള്ള ഇത് ഉണ്ടായിരിക്കും. ഒരു മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ കീഴിൽ ഹയർ പൊസിഷൻ ഓഫ് ദ മാനേജ്മെന്റ് ഓൾ ദ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റ് ആണ് അവിടെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു തീരുമാനം വരുന്നത്. സെൻട്രലൈസ്ഡ് ആണ്, കേന്ദ്രീകരമാണ്. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ, ഡീസെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ വികേന്ദ്രിതമായിട്ട്, അങ്ങനെയല്ലാത്തത്, കേന്ദ്രീകൃതം അല്ലാത്തത് അല്ലെ, ഓർഗനൈസേഷൻ. ഓക്കെ, ഇപ്പൊ സെൻട്രലൈസ്ഡ്, ദർ ഷുഡ് ബി എ സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ. എങ്ങനെയായിരിക്കണം? കേന്ദ്രീകൃതവും അതുപോലെ തന്നെ വികേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉൾപ്പെടണം. അത് രണ്ടും ഉണ്ടായിരിക്കണം. There should be centralized direction and decentralized action. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, planned health program should be based on priority and must meet the health requirement of people. ഇവിടെ നോക്കിയേ, പ്ലാൻഡ് ഹെൽത്ത് പ്രോഗ്രാം ഷുഡ് ബി ബേസ്ഡ്. പ്ലാൻഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോഗ്രാം, ഒരു ആസൂത്രണമായിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള ആരോഗ്യ പരിപാടികള്, ഹെൽത്ത് പ്രോഗ്രാംസ്, അത് എന്തിന് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം? ബേസ്ഡ് ഓൺ, എന്തിനാണ് ബേസ് ചെയ്യേണ്ടത്? എന്തിന് ബേസ് ചെയ്തായിരിക്കും? പ്രയോറിറ്റി. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രയോറിറ്റി മുൻഗണന അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എങ്ങനെ പ്ലാൻ ചെയ്യണം? ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി. മുൻഗണനയെ അടിസ്ഥാനമാക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ്, ആരോഗ്യ ആവശ്യങ്ങൾ കാണുന്നതും അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതുമായിരിക്കണം, നിറവേറ്റുന്നതും ആയിരിക്കണം. മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ് ഓഫ് പീപ്പിൾ. ആളുകളുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ കാണുന്നതും ആയിരിക്കണം, അല്ലെങ്കിൽ അത് നിറവേറ്റുന്നതും ആയിരിക്കണം. പ്ലാൻഡ് ഹെൽത്ത് പ്രോഗ്രാം ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി. ഹെൽത്ത് കെയർ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്, അതിന്റെ പ്ലാനിങ് എന്ന് പറയുന്നത് പ്രയോറിറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം. അതുകൂടാതെ അവിടെ ഹെൽത്ത് റിക്വയർമെന്റ്സ്, ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് നിറവേറ്റുന്നതും ആയിരിക്കണം. ഈ ഹെൽത്ത് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ? അത് കണ്ടിട്ട് വേണം ചെയ്യാനായിട്ട്. മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ് ഓഫ് പീപ്പിൾ. 5 പോയിന്റ് പറഞ്ഞില്ലേ? 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് അടുത്ത് പറയാം. അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് നിങ്ങൾക്ക് പാടാം. 5 പോയിന്റ്, ഫസ്റ്റ് 5 പോയിന്റ് ഒന്ന് നോക്കട്ടോ. നിങ്ങളിത് നോട്ട് ചെയ്യണ്ടോ? മീനിങ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ പറയണം കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഒരു കുറച്ച് ഒബ്ജക്റ്റീവ്, അതും ഇതുപോലെ തന്നെ കുറച്ച് പോയിന്റ്സ് ആണ് തന്നേക്കുന്നത്. പിന്നെ കുഴപ്പമില്ല, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. ഡെത്ത് റേറ്റ്, അതിന്റെ എങ്ങനെയൊക്കെയാണ് ഇത് കാണുന്നത്, കാൽക്കുലേറ്റിംഗ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ്, അങ്ങനെയുള്ള കുറച്ചൊക്കെ. പിന്നെ ഉള്ളത് പ്രശ്നമില്ല, ഇത് കുറെ ഇങ്ങനെ പോയിന്റ് വൈസ് ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ്. 1 by 1 ആയിട്ട് കുറെ പോയിന്റ് ഔട്ട് ചെയ്താണ് ഇത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഇച്ചിരി ഇതുപോലെ തോന്നുന്നത്. ഓക്കെ, ആ പോയിന്റ്സ് ഒന്ന് വായിച്ച് ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അല്ലാതെ പ്രിൻസിപ്പിൾസ് ആയിട്ട് അങ്ങനെ ചോദിക്കില്ലല്ലോ. അതുകൊണ്ട് മൊത്തം കാണാതെ പഠിക്കേണ്ട. 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? there should be healthy national health policy. എന്താ പറഞ്ഞത്? എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്? എങ്ങനെയായിരിക്കണം ഹെൽത്ത് പോളിസി? നാഷണൽ ഹെൽത്ത് പോളിസി എങ്ങനെയായിരിക്കണം? ആരോഗ്യപരമായുള്ള ഒരു പോളിസി ഹെൽത്തി ആവണം അല്ലെ? there should be healthy national health policy. നാഷണൽ ഹെൽത്ത് പോളിസി ഹെൽത്തി ആയിരിക്കണം.
ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഹെൽത്ത് പോളിസി ആയിരിക്കണം, നാഷണൽ ഹെൽത്ത് പോളിസി ആയിരിക്കണം. Second point നോക്കിയേ, sound health administrative structures may be framed for the implementation of the health policy. Second എന്താ പറഞ്ഞേക്കുന്നേ, ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി മികച്ച സ്ട്രക്ചർ ഒരു രൂപപ്പെടുത്തണം. നല്ലൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യുക. ഒരു ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, ഒരു ആരോഗ്യ ഭരണഘടന എന്ത് ചെയ്യണം, രൂപപ്പെടുത്തിയെടുക്കണം. ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം, രൂപപ്പെടുത്തിയെടുക്കണം. ഇനി നെക്സ്റ്റ് പറഞ്ഞത് തേർഡ് പോയിന്റ്, ദർ ഷുഡ് ബി ഇന്റഗ്രേഷൻ ഓഫ് പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസ് അറ്റ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽസ്. എന്താ പറഞ്ഞ തേർഡ് പോയിന്റ്, എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും ആയിട്ടുള്ള എങ്ങനെയുള്ളതാ, പ്രിവെന്റീവും ക്യൂറേറ്റീവും ആയിട്ടുള്ള സർവീസിന്റെ ഒരു സംയോജനമായിരിക്കണം അല്ലെ, ഇന്റഗ്രേഷൻ ആയിരിക്കും. പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ്, രോഗപ്രതിരോധവും അതുപോലെ തന്നെ രോഗശാന്തി നൽകുന്നതുമായിട്ടുള്ള സേവനങ്ങളുടെ ഒരു ഇന്റഗ്രേഷൻ ആയിരിക്കണം. There should be integration of preventive and curative service at all the administrative levels. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലും പ്രിവെന്റീവ് ആയിട്ടുള്ളതും ക്യൂറേറ്റീവ് ആയിട്ടുള്ള സേവനങ്ങളുടെ ഒരു ഇന്റഗ്രേഷൻ, ഒരു സംയോജനം ആയിരിക്കണം. ഇനി നെക്സ്റ്റ് പോയിന്റ് ഏതാ, ഫോർത്ത് പോയിന്റ്, സെൻട്രലൈസ്ഡും ഡേറ്റസെന്ററുമായ പ്രവർത്തനം ഉണ്ടായിരിക്കണം. ആക്ഷൻ ആയിരിക്കും അല്ലെ, പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ, ഒരു സെൻട്രലൈസ്ഡ് കേന്ദ്രീകരമായിട്ടുള്ള ഒരു ഡയറക്ഷനും അതുപോലെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആക്ഷനും ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ്, പ്ലാൻഡ് ഹെൽത്ത് പ്രോഗ്രാം ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് പീപ്പിൾ. എന്താ പറഞ്ഞേക്കുന്നേ, ഹെൽത്ത് പ്രോഗ്രാം പ്ലാൻ ചെയ്യണം. ഹെൽത്ത് കെയർ പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, പ്രിയോറിറ്റീനെ ബേസ് ചെയ്ത് വേണം. അതുപോലെ തന്നെ ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ്, ആരോഗ്യപരമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ, നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും കണ്ടുവേണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ളതുമായിരിക്കണം. അങ്ങനെ അതും കൂടി നമ്മൾ കണ്ടിട്ട് വേണം അവിടെ ഹെൽത്ത് പ്രോഗ്രാം പ്ലാൻ ചെയ്യാനായിട്ട്. Planned health program should be based on priority and meet the health requirements of the people. Again, നമ്മൾ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുമ്പോൾ അതിന് പ്രിയോറിറ്റിനെ ബേസ് ചെയ്ത് വേണം. അതുപോലെ ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് കണ്ടുകൂടി വേണം, മീറ്റ് ചെയ്തിട്ട് വേണം. അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് നിറവേറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വേണം ഹെൽത്ത് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാൻ. ഓക്കെ, 5 പോയിന്റ് ക്ലിയർ അല്ലേ? രാവിലെ തന്നെ ആർക്കും എന്റെ ഒരു എനർജി ഒന്നും ഇല്ലാത്ത, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ? ഒന്നാമതല്ലേ ഇങ്ങനെ ഇരിക്കുന്നതാണ്, നിങ്ങളും കൂടി ആക്റ്റീവ് എല്ലാം ഉറക്കം തൂങ്ങിയിരുന്നു കഴിഞ്ഞാൽ എന്താ? ഓക്കെ അല്ലേ? 5 പോയിന്റും കുഴപ്പമില്ലല്ലോ? ഓക്കെ, ഇനി സിക്സ്ത് പോയിന്റ് പറയുന്നത്, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലേ ക്ലാസ്സിൽ കയറിയേ അല്ലേ? ഒരു എനർജി ഇല്ല പറയണേല് എന്നെ ആടി തൂങ്ങി. ഓക്കെ, സിക്സ്ത് പോയിന്റ് നോക്കിയേ, എ ഫേം എന്നാട്ടോ, എ ഫേം, ഒരു ഫ്രെയിം എന്നല്ലോ, എ ഫേം ഒരു ഉറച്ച ബേസിക് ഹെൽത്ത്, ഉറച്ച ഫേം. A firm basic health service available, acceptable and accessible and acceptable to all people. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, എല്ലാ ഒരു ഉറച്ച ഒരു അടിസ്ഥാന ആരോഗ്യ സേവനങ്ങള് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, ആക്സസ് ചെയ്യാവുന്നതായിരിക്കണം, ഒരു പ്രാപ്യമായതായിരിക്കണം, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്വീകാര്യമായിട്ടുമുള്ള ഇതായിരിക്കണം. A firm basic health service, ഒരു ഉറച്ച ഒരു ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് അവൈലബിൾ ആയിരിക്കണം, എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, അക്സസിബിൾ, എല്ലാവർക്കും അക്സസ് ചെയ്യാവുന്നതായിരിക്കണം, അതുപോലെ അക്സെപ്റ്റബിൾ ആയിരിക്കണം, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യുന്നത് സ്വീകാര്യവും ആയിരിക്കണം. അങ്ങനെയാണെന്ന് ഒരു ഉറപ്പുവരുത്തുക. ഓക്കെ,
ഹെൽത്ത് സർവീസസ് എപ്പോഴും ബേസിക് ഹെൽത്ത് സർവീസുകൾ അവൈലബിൾ ആയിരിക്കണം, ആക്സസ് ചെയ്യാവുന്നതായിരിക്കണം, അതുപോലെ അക്സെപ്റ്റബിൾ സ്വീകാര്യവുമായിട്ടുള്ളതാണ്, എല്ലാ ആളുകൾക്കും അത് സ്വീകാര്യമായിട്ടുള്ളതും ആണെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, health consciousness should be encouraged through health education and by providing opportunities for participation of the people in the health program. Okay, health consciousness should be encouraged through health education and by providing opportunities for participation of the people in the health program. ഒരു health education, ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും ഹെൽത്ത് ആരോഗ്യ പരിപാടിയിൽ ആളുകളുടെ ഒരു പങ്കാളിത്തത്തിന് അവസരം ഒരുക്കുന്നതിലൂടെയും ഹെൽത്ത് കോൺഷ്യസ് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ അത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഹെൽത്ത് കോൺഷ്യസ് ഷുഡ് ബി എൻകറേജ്ഡ്. ഒരു ഹെൽത്തിനെ കുറിച്ച് ഒരു ഹെൽത്ത് കോൺഷ്യസ് എൻകറേജ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ത്രൂ ഏതിൽ കൂടിയാണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെയും ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും ആൻഡ് ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഹെൽത്ത് പ്രോഗ്രാം. ആ ഹെൽത്ത് പ്രോഗ്രാമില് ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അതിനുള്ള ആ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും ഒരു ഹെൽത്ത് കോൺഷ്യസ് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഹെൽത്ത് കോൺഷ്യസ് ഷുഡ് ബി എൻകറേജ്ഡ്. ഹെൽത്തിനെ കുറിച്ച്, നമ്മുടെ ഒരു ആരോഗ്യത്തെ കുറിച്ച് ഒരു കോൺഷ്യസ് ആവാനായിട്ട്, നല്ലൊരു ബോധം ഉണ്ടാക്കാനായിട്ട് അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കണം. രണ്ട് കാര്യങ്ങളാണ്. ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും ആരോഗ്യ വിദ്യാഭ്യാസം, ഹെൽത്തിനെ കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെയും ആൻഡ് ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാണ്, ഒരു അവസരം പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ ഹെൽത്ത് പ്രോഗ്രാം. ഹെൽത്ത് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആളുകളുടെ ഓപ്പർച്യൂണിറ്റീസ് അത് പ്രൊവൈഡ്, കുറച്ചും കൂടിയും ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ ആളുകൾക്ക് ഹെൽത്ത് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ ഹെൽത്ത് വിദ്യാഭ്യാസം, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും ഹെൽത്തിനെ കുറിച്ച് ഹെൽത്ത് കോൺഷ്യസ് ഷുഡ് ബി എൻകറേജ്. ഹെൽത്ത് കോൺഷ്യസ് പ്രോത്സാഹിപ്പിക്കണം. ഹെൽത്തിനെ കുറിച്ച് ഒരു കോൺഷ്യസ് ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നടത്തുമ്പോൾ അങ്ങനെ ആളുകൾക്കൊക്കെ ആ ഹെൽത്ത് പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. അങ്ങനെ ഒരു ഹെൽത്തിനെ കുറിച്ച് ഹെൽത്ത് കോൺഷ്യസ് പ്രോത്സാഹിപ്പിക്കണം. ഒരു ആരോഗ്യത്തെ കുറിച്ചുള്ളൊരു ബോധം ഒരു ഉണ്ടാക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. നെക്സ്റ്റ് പോയിന്റ്, doctors have to be trained to act as a social physician as well as to promote healthy living of people. Okay, എട്ടാമത്തെ പോയിന്റ് അല്ലേ? Doctors have to be trained to act as a social physician. ഡോക്ടറെ എങ്ങനെ ഇതാക്കണം? ഫിസിഷ്യന്മാരായിട്ട്, സോഷ്യൽ ഫിസിഷ്യന്മാരായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം, ഡോക്ടേഴ്സിനെ പരിശീലിപ്പിക്കണം. ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ്. ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം. എന്താവാൻ? ടു ആക്ട് ആസ് എ സോഷ്യൽ ഫിസിഷ്യൻ. ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആവാൻ വേണ്ടി ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം. ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആകാൻ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം. ആസ് വെൽ ആസ് ടു, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? as well as to promote healthy living of people. ജനങ്ങളുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കുക. as well as to promote healthy living of people. എന്ത് പ്രൊമോട്ട് ചെയ്യണം? ഹെൽത്തി ലിവിങ്, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം, ഒരു ഹെൽത്തി ലിവിങ് പ്രൊമോട്ട് ചെയ്യണം. ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രോത്സാഹിപ്പിക്കണം. ജനങ്ങളുടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കണം. ഫസ്റ്റ് പറഞ്ഞത് ഡോക്ടേഴ്സ് ഹൗ ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് എ ഫിസിഷ്യൻ. ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിക്കാൻ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം. ഡോക്ടേഴ്സ് ഹൗ ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് എ സോഷ്യൽ ഫിസിഷ്യൻ
as well as to promote, അതിനോടൊപ്പം എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം, ഹെൽത്തി ലിവിങ് ഓഫ് പീപ്പിൾ, ആളുകളുടെ ജനങ്ങളുടെ ഹെൽത്തി ലിവിങ്, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രൊമോട്ട് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് 9th, nursing personnel and other associated health personnel should provide community oriented education. എങ്ങനെ കൊടുക്കണം നോക്കിയേ, നഴ്സിംഗ് ജീവനക്കാരും നഴ്സിംഗ് പേഴ്സണൽ നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ആൻഡ് അതർ അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹെൽത്ത് പേഴ്സണൽസ് ആൻഡ് അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽസ് ഷുഡ് പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. എന്ത് പ്രൊവൈഡ് ചെയ്യണം, കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ, ഒരു സാമൂഹ്യ അധിഷ്ഠിത ഒരു വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യണം. നഴ്സിംഗ് പേഴ്സണൽസിനും അതുപോലെ തന്നെ ഉള്ള മറ്റുള്ള അതിനെ അസോസിയേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട് വരുന്ന ഹെൽത്ത് പേഴ്സണൽസിനും ഷുഡ് പ്രൊവൈഡ് എ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ അധിഷ്ഠിതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഹെൽത്ത് പേഴ്സണൽ ഷുഡ് ബി പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. Nursing personnel and other associated health personnel should provide community-oriented education. There should be provided community-oriented education. അവർക്ക് എന്ത് ചെയ്യണം, നഴ്സിംഗ് പേഴ്സണൽസിനും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഹെൽത്ത് പേഴ്സണൽസിനും ആരോഗ്യ ഉദ്യോഗസ്ഥർക്കൊക്കെ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, ഒരു വിദ്യാഭ്യാസം നൽകണം. 10th പോയിന്റ് നോക്കിയേ, 10th one. New categories of health personnel are provided training to provide a proper service to people. ഇനി പുതിയ കാറ്റഗറിയിലുള്ള പേഴ്സൺസിനോ ഹെൽത്ത് പേഴ്സൺ, ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സൺ, ആളുകൾക്ക് ഒരു എന്താ പറയാ, ഒരു നല്ല ഒരു പുതിയൊരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കണം, ആർ പ്രൊവൈഡഡ് ട്രെയിനിങ് ടു, ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ, ആളുകൾക്ക് ശരിയായിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാനായിട്ട് പുതിയ വിഭാഗത്തിലുള്ള ആളുകൾക്ക്, ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ എന്ത് ചെയ്യണം, ട്രെയിനിങ് നൽകണം. ആളുകൾക്ക് ഒരു ആളുകൾക്കൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് നൽകുന്നതിന് വേണ്ടി, ആളുകൾക്കൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക, നൽകുന്നതിന് വേണ്ടിയിട്ട് പുതിയ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസ്, പുതിയ കാറ്റഗറിയിലുള്ള ഒരു ഹെൽത്ത് പേഴ്സണൽസ് ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, ട്രെയിനിങ് നൽകണം. ആളുകൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസ് നൽകുന്നതിന് പുതിയ കാറ്റഗറിയിലുള്ള ന്യൂ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസിന് ഒരു ട്രെയിനിങ് നൽകണം, ട്രെയിനിങ് നൽകണം. ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സണൽസ് ആർ പ്രൊവൈഡ് ട്രെയിനിങ്. പുതിയ കാറ്റഗറിയിൽ വരുന്ന ഹെൽത്ത് പേഴ്സണൽസിന് ഈ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് ടു പ്രൊവൈഡ് എ പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ, ആളുകൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് നൽകുന്നതിന് വേണ്ടി പുതിയ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, 10 പോയിന്റ് ആയിട്ടുണ്ട്. ഇനി 5 തുടങ്ങി 10th പോയിന്റ് വരെ ഒന്ന് വായിച്ചു നോക്കിയേ. 5th പോയിന്റ് തുടങ്ങി.
റെഡി ചെയ്ത് കഴിഞ്ഞോ? ഈ അഞ്ചാമത്തെ എന്താ മിസ് ഉദ്ദേശിക്കണേ? സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിക്കാൻ പരിശീലിപ്പിക്കണമെന്നോ? അതെന്താ ഉദ്ദേശിക്കുന്നത്? 5th പോയിന്റ് ആണോ? പ്ലാന്റ് ഹെൽത്ത് പ്രോഗ്രാം ആണോ? 5th. 5th. ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിപ്പിക്കാന്ന് ഒന്നോട് പറയാം, നമുക്ക് ആദ്യം മുതൽ ഒന്നോട് പറഞ്ഞു പോകാം. നമ്മൾ 5 പോയിന്റ് വരെയല്ലേ പറഞ്ഞേ. ഇനി 6ാമത്തെ പോയിന്റ് നോക്കിയേ, 6th പോയിന്റ്. A full basic health service available, accessible and acceptable to all people. എന്താ പറഞ്ഞേക്കുന്നേ? 6ാമത്തെ പോയിന്റിൽ എന്താ പറയുന്നേ? എല്ലാ ഹെൽത്ത് സർവീസ് അവൈലബിൾ ആയിരിക്കണം, ആക്സെപ്റ്റബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും അവർക്ക് അക്സസിബിൾ ആയിട്ടുള്ളതും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും അവൈലബിൾ ആയിട്ടുള്ളതും ആയിരിക്കണം ഒരു നല്ലൊരു ബേസിക് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് അല്ലെ, ആളുകൾക്ക് വേണ്ടിയിട്ട്. ആളുകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു ബേസിക് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, അക്സസിബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ സ്വീകാര്യ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും ചെയ്യാവുന്നതുമായിട്ടുള്ള അങ്ങനെ വേണം എന്നുള്ളത് ഒരു ജനങ്ങൾക്ക് ഈ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും അവൈലബിൾ ആയിട്ടുള്ളതും അസസ് ചെയ്യാവുന്നതുമാണെന്ന് ഒരു ഉറപ്പുവരുത്തുക. ഇനി 7ാമത്തെ പോയിന്റ് നോക്കിയേ, ഹെൽത്ത് കോൺഷ്യസ്നെസ് ഷുഡ് ബി എൻകറേജ്ഡ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ and by providing opportunities for participation of the people in the health program. ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഹെൽത്ത് പ്രോഗ്രാമിലൂടെയൊക്കെ ആളുകളുടെ ആ ഒരു പങ്കാളിത്തത്തിന് അവസരം ഒരുക്കുന്നതിലൂടെയും ഒരു ഹെൽത്ത് കോൺഷ്യസ് എന്ന ബോധം ഉണ്ടാക്കിയെടുക്കണം. ഹെൽത്ത് കോൺഷ്യസ്നെസ് ഷുഡ് ബി എൻകറേജ്ഡ്, അത് ഉണ്ടാക്കിയെടുക്കണം ത്രൂ ഏതിൽ കൂടെയാണ്? ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും ആൻഡ് ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഹെൽത്ത് പ്രോഗ്രാം. ഹെൽത്ത് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിന് കൂടുതൽ ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും ഹെൽത്ത് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കണം. The next point അല്ലേ സ്മിത ചോദിച്ചതാണ്, ഡോക്ടേഴ്സ് have to be trained to act as a social physician as well as to promote healthy living of people. ഈ ഡോക്ടേഴ്സ് എങ്ങനെ ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം. സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് ഒരു കുറച്ചും കൂടി സോഷ്യലായിട്ട് സമൂഹവുമായിട്ട് കുറച്ചും കൂടി റിലേറ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കണം. അതിനോടൊപ്പം തന്നെ ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഓഫ് പീപ്പിൾ, ആളുകളുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതം ഹെൽത്തി ലിവിംഗ് പ്രൊമോട്ട് ചെയ്യണം. ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഓഫ് പീപ്പിൾ, ആളുകളുടെ ഒരു ആരോഗ്യമായിട്ടുള്ള ഒരു ജീവിതം പ്രൊമോട്ട് ചെയ്യണം. ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഓഫ് പീപ്പിൾ. അടുത്ത നോക്കിയേ, നഴ്സിംഗ് പേഴ്സണൽ ആൻഡ് അതർ അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ ഷുഡ് ബി പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. ആർക്കൊക്കെയാണ് നോക്കിയാൽ നഴ്സിംഗ് പേഴ്സണൽസിനും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഹെൽത്ത് പേഴ്സണൽസിനും കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. Nursing personnel and other associated health personnel should provide community-oriented education. Community-oriented education
പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് ആണ് ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സണൽസ് ആർ പ്രൊവൈഡ് ട്രെയിനിങ് ടു പ്രൊവൈഡ് എ പ്രോപ്പർ സർവീസ് ഓഫ് ദ പീപ്പിൾ. ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പുതിയ കാറ്റഗറി ന്യൂ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസിന് ട്രെയിനിങ് നൽകണം. ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സണൽസ് ആർ പ്രൊവൈഡ് ട്രെയിനിങ്. പുതിയ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. എന്തിനാ? ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ഓഫ് ദ പീപ്പിൾ. ഒരു ആളുകൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്താണ് all the systems of medicine should be promoted to provide decent health care. അത് പറഞ്ഞ നമ്മള് ഇല്ല, അത് പറഞ്ഞില്ല. 10 പോയിന്റ് വരെ പറഞ്ഞിട്ടുള്ളൂ. പുതിയ ഒരു ന്യൂ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസിന് അതിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് എ പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. ആളുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസ് നൽകുന്നതിന് വേണ്ടിയിട്ട് പുതിയ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ കുറച്ചുകൂടി പുതിയ കാറ്റഗറിയിൽ ഇതിനകത്തുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ആളുകൾക്ക് സർവീസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ചും കൂടി ട്രെയിനിങ് കൊടുക്കണം പുതിയ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസിന്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് 11. All the systems of medicine should be promoted to be provide decent health care to people. ജനങ്ങൾക്ക് ആളുകൾക്കൊക്കെ ഒരു ആരോഗ്യം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു മെഡിസിനൽ ആയിട്ടുള്ള വൈദ്യശാസ്ത്രപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പ്രോത്സാഹിപ്പിക്കണം. All the systems of medicine should be promoted to provide a decent health care to people. ജനങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് കെയർ നൽകുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളും സിസ്റ്റംസ് ഓഫ് മെഡിസിൻ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളും പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. All the systems of medicine should be promoted. എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും പ്രൊമോട്ട് ചെയ്യണം. ടു പ്രൊവൈഡ് decent health care to people. ആളുകൾക്ക് ഒരു നല്ലൊരു ആരോഗ്യ സംരക്ഷണം ഹെൽത്ത് കെയർ നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള സംവിധാനങ്ങളും പ്രൊമോട്ട് ചെയ്യണം. അതായത് നല്ല ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം. മെഡിസിനൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. All systems of medicine should be promoted to provide decent health care to people. ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഹെൽത്ത് കെയർ നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളും പ്രൊമോട്ട് ചെയ്യണം. അടുത്തത് യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഹെൽത്ത് പ്രോഗ്രാം അറ്റ് ദ വില്ലേജ് ലെവൽ. ഇനി അടുത്ത് നോക്കിയേ, യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഹെൽത്ത് പ്രോഗ്രാം അറ്റ് ദ വില്ലേജ് ലെവൽ. കമ്മ്യൂണിറ്റി റിസോഴ്സ് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഗ്രാമതലത്തില് ഹെൽത്ത് പ്രോഗ്രാംസ് ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യണം. യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഹെൽത്ത് പ്രോഗ്രാം അറ്റ് വില്ലേജ് ലെവലില് ഗ്രാമതലത്തില് ഹെൽത്ത് പ്രോഗ്രാം ഹെൽത്ത് പരിപാടികളിൽ ആരോഗ്യ പരിപാടികളിലൊക്കെ ലോക്കൽ അവിടുത്തെ ലോക്കൽ ആളുകളൊക്കെ കൂടാനായിട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കണം. ലോക്കലിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലെങ്കിൽ ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സ് ആൻഡ് പ്രൊമോട്ട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണമെന്നാണോ? ഏതാണ് കണ്ടക്ട് ചെയ്യുന്നുള്ള അതിന് കുറച്ചും കൂടി എൻകറേജ് ചെയ്യണമെന്നാ പ്രൊമോട്ട് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ ഇവിടെ. ഈ കമ്മ്യൂണിറ്റി
യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യണം, പ്രയോജനപ്പെടുത്തുകയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഈ വില്ലേജ് ലെവലില് ഗ്രാമതലത്തില് ഹെൽത്ത് പ്രോഗ്രാംസില് ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഒരു ലോക്കൽ ലെവലില് ഹെൽത്ത് പ്രോഗ്രാംസില് ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യണം. And to promote local participation in health programs at a village level. Village level ഗ്രാമതലത്തില് ഹെൽത്ത് പ്രോഗ്രാംസില് ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യണം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ്, there should be provision for staff development programs. സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ വ്യവസ്ഥ ഉണ്ടായിരിക്കണം. There should be a provision for the staff development program. സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾക്കുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം, ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. There should be a provision for staff development programs. There should be a provision for staff development programs. പറഞ്ഞ നമ്മൾ 3 പോയിന്റ് അല്ലേ പുതിയതായിട്ട് പറഞ്ഞത്, ആ 3 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് 2-3 പറയാം, നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് ഏതാ? ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. To promote awareness of health care among all section of the people. എല്ലാ സെക്ഷനിലും എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് പ്രോത്സാഹിപ്പിക്കണം. അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള അവയർനെസ് അത് പ്രൊമോട്ട് ചെയ്യണം. എമംഗ് ഓൾ ദ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ, എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുടെ, എല്ലാ സെക്ഷനിലുള്ള ആളുകളുടെ ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യണം. ഒരു ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യണം. To promote awareness of health care among all section of the people. എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുടെ ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യണം. To promote awareness of health care among all section of the people. എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുടെ ഹെൽത്ത് കെയറിനെ കുറിച്ച്, ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, to promote awareness among functionaries included in health and hospital management. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ ഉദ്യോഗസ്ഥർക്കിടയിൽ
functionaries included in the health and hospital management. Okay, health and hospital management ഉൾപ്പെട്ടിട്ടുള്ള അവിടെ ഫങ്ഷണറീസ് എന്ന് വെച്ചാൽ അവിടെ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഒക്കെ ഒരു നല്ലൊരു അവബോധം വളർത്തിയെടുക്കാം, അവയർനെസ് ഉണ്ടാക്കിയെടുക്കാം. To promote awareness among functionaries included in health and hospital management. Health and hospital managementil include ചെയ്തിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള ആ ഉദ്യോഗസ്ഥർക്കിടയിലൊക്കെ ഒരു അവബോധം വളർത്തിയെടുക്കാം, അവയർനെസ് ഉണ്ടാക്കിയെടുക്കാം, അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ തേർഡ് പോയിന്റ് ആണ് ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് to make better the efficiency of healthcare delivery system. To encourage research in the field of health and hospital management to make the better the efficiency of healthcare delivery system. Healthcare delivery systems ഇന്ത്യയൊക്കെ കാര്യക്ഷമത കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉള്ള ഒരു റിസർച്ച് പ്രോത്സാഹിപ്പിക്കുക. ടു എൻകറേജ് റിസർച്ച് പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക. ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസർച്ചുകൾ പ്രോത്സാഹിപ്പിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് മേഖലയിലുള്ള ആ റിസർച്ചുകൾ, ഗവേഷണങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ദ ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസിന്റെ എഫിഷ്യൻസി, അതിന്റെ എഫിഷ്യൻസി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസിന്റെ എഫിഷ്യൻസി മെച്ചപ്പെടുത്തുന്നതിന്, ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആ മേഖലയിലുള്ള, ആ ഫീൽഡിലുള്ള റിസർച്ച് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് റിസർച്ചിനെ എൻകറേജ് ചെയ്യാൻ പറയുന്നത്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസർച്ച് എൻകറേജ് ചെയ്യുക, ആ ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ടു മേക്ക് ദ ബെറ്റർ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ നല്ലൊരു കാര്യക്ഷമത ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനുമായിട്ട് ഉള്ള ആ ഫീൽഡില് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ റിസർച്ച് എൻകറേജ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. ഹെൽത്ത് ആൻഡ് ഡെലിവറി സിസ്റ്റംസിന്റെ ഒരു എഫിഷ്യൻസി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റില്, ആ മേഖലയില്, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഫീൽഡില് ഉള്ള ആ ഗവേഷണം, റിസർച്ച് എൻകറേജ് ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? To encourage the development of high quality hospital services. ഈ ഒരു നല്ലൊരു ക്വാളിറ്റിയിലുള്ള, ഹൈ ക്വാളിറ്റിയിലുള്ള ഹോസ്പിറ്റൽ സർവീസുകൾ മെച്ചപ്പെടുത്താൻ, ഉയർന്ന നിലവാരമുള്ള ഒരു ഹോസ്പിറ്റൽ സർവീസുകളുടെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സർവീസിന്റെയും ഒരു ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസ്. ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളുടെയും സർവീസുകളുടെയും അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സർവീസിന്റെയും വികസനം, ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, to encourage the development of high quality hospital services and community health care. Encourage നല്ലൊരു ഹൈ ക്വാളിറ്റിയിലുള്ള ഹോസ്പിറ്റൽ സർവീസുകൾ ഇതൊക്കെ ഹൈ ക്വാളിറ്റിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി
ഹെൽത്ത് കെയർ, ഒരു ഹൈ ക്വാളിറ്റിയിലുള്ള ഹോസ്പിറ്റൽ സർവീസുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ ഈ പോയിന്റ് കൂടി നമുക്ക് പറയാം. 5th പോയിന്റ്, to encourage a meeting for the exchange ideas and information among health and hospital planners, academicians, administrators, different statutory bodies, and the public of the improvement of hospital and healthcare delivery system. Academicians, എന്താണ് meaning? Academicians. അക്കാദമിഷ്യൻസ് കേട്ടിട്ടില്ലേ? ഒരു അക്കാദമിയിലെ ഒരു അംഗം, ആൻഡ് എഡിറ്റർ ഹു വാസ് ഇൻ ദ കോളേജ്, എഡ്യൂക്കേറ്റർ ആണ് അവര്. അതിനകത്ത് ഒരു അക്കാദമിയിലെ ഒരു അംഗം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എഡ്യൂക്കേറ്റർ ഹു വർക്ക്സ് ഓൺ എ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ദ എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ എമൗങ് health and hospital planners, academicians, administrators, different statutory bodies, and the public for the improvement of the hospital and healthcare delivery system. ഹോസ്പിറ്റലില് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം സംവിധാനങ്ങള്, ഹോസ്പിറ്റൽസില് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് മെച്ചപ്പെടുത്തുന്നതിന്, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, for the improvement of the hospital and healthcare delivery system. Hospital healthcare delivery system improve ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ആൻഡ് ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് ദ പബ്ലിക് എന്നിവർക്കിടയിലുള്ള ഐഡിയാസും ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എക്സ്ചേഞ്ച് ദ ഐഡിയ ആൻഡ് ഇൻഫർമേഷൻ, ഐഡിയാസും അവർക്കുടെ ചിന്തകളും അതുപോലെ ഇൻഫർമേഷൻ, അതുമായിട്ടുള്ള ഇൻഫർമേഷനും ഐഡിയാസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് എൻകറേജ് ചെയ്യുക. ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ദ, എന്തിനു വേണ്ടിയിട്ടാണ് മീറ്റിംഗ് എൻകറേജ് ചെയ്യാതെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഫോർ ദ എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ, ഐഡിയകളും ഇൻഫർമേഷനും ഐഡിയാസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്കടെയാണ്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ആൻഡ് ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് ദ പബ്ലിക്. ഇവർക്കിടെയൊക്കെ ഐഡിയാസും ഇൻഫർമേഷനും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു മീറ്റിംഗ് എൻകറേജ് ചെയ്യുക. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കിയേ? ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹോസ്പിറ്റൽസിന്റെയും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെയൊക്കെ ഇംപ്രൂവ്മെന്റ്, ഹോസ്പിറ്റൽസിന്റെയും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് പബ്ലിക് ഇവർക്കിടെയൊക്കെ ഐഡിയാസുകൾ എക്സ്ചേഞ്ച് ചെയ്യുക, ഐഡിയാസും ഇൻഫർമേഷനും എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക, മീറ്റിംഗ് എൻകറേജ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹോസ്പിറ്റലിന്റെയും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെയും ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ പ്ലാനേഴ്സിന്റെയും അക്കാദമിഷ്യൻസിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് പബ്ലിക്കിന്റെ ഒക്കെ ഐഡിയാസും ഇൻഫർമേഷനും എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് എൻകറേജ് ചെയ്യുക, മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, 5 പോയിന്റ് മതി.
ഇനി 5 പോയിന്റ്സ് ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല മിസ്സേ, കഴിഞ്ഞില്ല. ആ വായിച്ചോട്ടാ. നമ്മളിപ്പോ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആ പറയുന്ന ലക്ഷ്യങ്ങള് 5 പോയിന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഫസ്റ്റ്, ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. എല്ലാ സെക്ഷനിലുള്ള ആളുകളുടെയും ഈ ഹെൽത്ത് കെയർ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക. അതൊരു ഒബ്ജക്റ്റീവാണ്, ഒരു ലക്ഷ്യമാണ്. ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. എല്ലാ സെക്ഷനിലുള്ള ആളുകളുടെയും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അടുത്ത, ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്താണ്, ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ടു മേക്ക് ദ ബെറ്റർ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസിന്റെ ഒക്കെ എഫിഷ്യൻസി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഒരു ഗവേഷണം, ഒരു റിസർച്ച് എൻകറേജ് ചെയ്യുക. Fourth point, to encourage the development of high quality hospital service and community health care. So hospital health care ഉയർന്ന ഒരു നിലവാരമുള്ള ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസ് ഡെവലപ്പ് ചെയ്തതിനു വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. ഒരു ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റൽ സർവീസുകളുടെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിന്റെയും ഡെവലപ്മെന്റ് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ലാസ്റ്റ് പോയിന്റ് ആണ്, ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ദ എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ എമംഗ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആൻഡ് ദ പബ്ലിക് ഓഫ് ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഇംപ്രൂവ്മെന്റ് ഹോസ്പിറ്റലിന്റെയും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെയൊക്കെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റൽ പ്ലാനേഴ്സും അക്കാദമിഷ്യൻസും അഡ്മിനിസ്ട്രേറ്ററും പലതരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, പബ്ലിക് എന്നിവരുമായിട്ടുള്ള ഒരു ഐഡിയാസും ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ഒരു മീറ്റിംഗ് എൻകറേജ് ചെയ്യുക, മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. 5 പോയിന്റ് ആണ്. ഇതെല്ലാരും ഇനിയിപ്പോ ഇത് ഒബ്ജക്റ്റീവ്സ് ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് ഇങ്ങനെ എന്താ പറയാ ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ കുറെ പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക്. ഈ പോയിന്റ്സുകൾ നമുക്ക് ഇങ്ങനെ തന്നെ പഠിക്കാതെ രക്ഷയില്ല. അപ്പൊ എന്തായാലും ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നെക്സ്റ്റ് നാളെ ഉണ്ടല്ലോ, ബാക്കിയൊക്കെ നമുക്ക് നാളെ നോക്കാം. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.